ഒരുപാട് വിഷമങ്ങളൊന്നും താങ്ങാനുള്ള കെൽപ്പില്ല. അമ്മയെ കാണാനൊരു അവസരം ഉണ്ടാക്കിയ വലിയ സന്തോഷാവും. അയ്യോ, അത് റിസ്കാ. സോമശേഖരൻ സാറ് വന്ന് വല്ലതും അറിഞ്ഞാ? അതിപ്പോ ഇവിടെ ഉള്ളവര് പറയാതെ അറിയില്ലല്ലോ. ഒരു പ്രായമുള്ള മനുഷ്യന്റെ ആവശ്യമല്ലേ. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ അച്ഛനും അമ്മയൊക്കെ. ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോ തകർന്നു പോയ 2 പേരാണിവര്. 2 പേരുടെയും സങ്കടങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു ആശ്വാസമായെങ്കിലോ? ഞാനൊന്ന് സ്റ്റേഷൻ ചാർജുള്ള സാറുമായിട്ട് സംസാരിക്കട്ടെ. അച്ഛാ, അച്ഛാ, അച്ഛൻ എഴുന്നേറ്റേ. നമുക്കിപ്പൊ അമ്മയെ കാണാം. അതിനോട് സമ്മതിച്ച? അവരൊക്കെ സമ്മതിക്കും അച്ഛാ. അച്ഛൻ ഇതാ പിടിച്ചേ. പതിയെ വാ. അതെ, എന്റെ റിസ്കിലാ കാണിക്കുന്നത്. വേഗം വേണം, അധിക നേരമൊന്നും എടുക്കരുത്. ഏയ്, അച്ഛനൊന്ന് കാണുക, എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കുക, അപ്പൊ തന്നെ തിരിച്ചു വന്നോളാം. അച്ഛാ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യാവുള്ളേ, അല്ലാതെ അവിടെ ചെന്ന് സങ്കടപ്പെടുകയൊന്നും ചെയ്യരുത്. ഇല്ലടാ. ഓക്കെ, കയറിക്കോ. വാച്ചാ. ഭാമേ, ഭാമേ. രാഘവേട്ട, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? രാഘവേട്ടന് സുഖമില്ലാത്തല്ലേ? നിനക്കും സുഖമില്ലാത്തല്ലേ? അതോർത്തപ്പോ അവിടെ ഇരിക്കാൻ തോന്നിയില്ല. അതാ ആലോചിക്കാതിക്ക് പോന്നെ. ആരെ അറിയിക്കാതെയോ? അച്ഛനെ കാണാനില്ലെന്നും പറഞ്ഞ് ശാലിനി വിളിച്ചിരുന്നു. ഞാനിവിടെ വന്നപ്പോ മുറ്റത്തിരിക്കുകയായിരുന്നു. എന്ത് പണിയാ രാഘവേട്ടെ കാണിച്ചത്? അവരവിടെ നോക്കി നടക്കത്തില്ലേ? നടന്നു. അങ്ങനെ എന്നെ വിളിച്ചു പറയുന്നത്. അച്ഛൻ ഇവിടെ ഉണ്ടാവുന്നുള്ള സംശയം തോന്നി വിളിച്ചതാ. വിളിക്കുമ്പോ സ്റ്റേഷന് മുന്നിൽ കുത്തിയിരിക്കുകയായിരുന്നു. രാഘവേട്ട, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. ഇവിടെ എല്ലാവർക്കും വലിയ സ്നേഹമാ. നല്ല പോലീസുകാരെ ഇവര്. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇവര് ഉണ്ടാക്കുന്നില്ല. രാഘവേട്ടൻ ധൈര്യമായിട്ട് പൊക്കോ. എനിക്കിവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ല, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ പറയണേ. ഞാനോ വിഷ്ണുവോ പുറത്തുണ്ടാവും. അതൊന്നും വേണ്ട രാഘവേട്ട. രാഘവേട്ടൻ ഇപ്പൊ വീട്ടിലേക്ക് പോ, ഇല്ലെങ്കിൽ കുട്ടികൾ പേടിക്കും. ശിവ, നീ വേഗം രാഘവേട്ടനെ വീട്ടിൽ കൊണ്ടാക്ക്. പിന്നെ ഇനി ഇങ്ങോട്ട് വരാനൊന്നും നിൽക്കണ്ട. രാവിലെ ശാലിനി വന്നോളും. ഞാൻ ജാമ്യം എടുത്ത് വീട്ടിലേക്ക് വന്നോളാം. ശിവ, ഒന്ന് കൊണ്ടുപോ. അച്ഛാ, ഒന്ന് വന്നേ. ഭാമേ, നീ രാവിലെ തന്നെ വന്നേക്കണേ. പോ രാഘവേട്ട. അച്ഛാ. ശിവ, വരണേ. അച്ഛാ, വാ.